വെൽക്കം ടു സയൻസ് ടോക്സ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഓട്ടിസം എന്ന് പറയുന്ന ഒരു ഡിസോർഡർ, ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡേഴ്സിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണ്, കോസസ് എന്തൊക്കെയാണ്, ഇനി അവരെ എങ്ങനെ ട്രീറ്റ് ചെയ്യാം, അങ്ങനെയുള്ള കുട്ടികളോട് അല്ലെങ്കിൽ ആൾക്കാരോട് നമ്മൾ പെരുമാറേണ്ട രീതി എങ്ങനെയൊക്കെയാണെന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പം നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്ന് പറയുന്നത് അതൊരു ഡെവലപ്മെൻറ്റൽ ഡിസോർഡറാണ്. അതായത് നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിൽ ഉണ്ടാകുന്ന ഇഷ്യൂസ് കാരണമാണ് ഈ ഒരു ഓട്ടിസം എന്ന് പറയുന്നത് വരുന്നത്. അപ്പം മെയിൻലി എന്താ ഈ ഓട്ടിസം എന്ന ആൾക്കാർക്ക് ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്ക് സോഷ്യൽ ഇൻ്ററാക്ഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ, സൊസൈറ്റിയിൽ കുറേ ആൾക്കാർ കൂടിച്ചേരുന്ന സ്ഥലത്ത് എങ്ങനെ ഇൻ്ററാക്റ്റ് ചെയ്യണം, അവരോട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ആശയവിനിമയത്തിൽ അവർക്ക് സംസാരിക്കാനും അവരോട് പെരുമാറാനും ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറുള്ള ആൾക്കാർക്ക് ഒരു സോഷ്യലൈസേഷൻ കപ്പാസിറ്റി ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഉണ്ടാവില്ല. മെയിൻലി അങ്ങനെയുള്ള ആൾക്കാരുടെ സിംറ്റംസ് എന്തൊക്കെയാണ്? മെയിൻലി രണ്ട് തരത്തിൽ പറയാം. ഒന്ന് സൊസൈറ്റിയിലുള്ള ഒരു സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ, അവരുടെ കമ്മ്യൂണിക്കേഷനിലുള്ള പ്രശ്നങ്ങൾ. രണ്ടാമത് അവരുടെ ബിഹേവിയറിലുള്ള പ്രശ്നങ്ങൾ. ഇങ്ങനെ രണ്ട് രീതിയിലാണ് സിംറ്റംസിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഒന്നാമത്തത് സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇൻറ്ററാക്ഷനിൽ വരുന്ന പ്രശ്നമാണ്. അപ്പോൾ അവയ്ക്ക് സോഷ്യൽ ഇൻ്ററാക്ഷൻ, സൊസൈറ്റിയുമായിട്ട് ഇൻ്ററാക്റ്റ് ചെയ്യാൻ ഡിഫിക്കൽറ്റി ഉണ്ടാകും. അപ്പോൾ അവരുമായിട്ട് ഇപ്പോൾ ഒരു സൊസൈറ്റിയിൽ വന്നു, ആരെങ്കിലും എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ചാൽ അതിന് തിരിച്ചൊരു റിപ്ലൈ തരാനോ അല്ലെങ്കിൽ അങ്ങോട്ട് എന്തെങ്കിലും സംസാരിക്കാനോ അവർക്ക് അതൊരു വലിയ ചാലഞ്ചായിരിക്കും അവർക്ക്. അതിപ്പോൾ വേർബൽ ആയാലും നോൺ വേർബൽ ആയാലും. വേർബൽ എന്ന് വെച്ചാൽ നമ്മൾ വായ കൊണ്ട് സംസാരിക്കുന്നത്, നോൺ വേർബൽ എന്ന് വെച്ചാൽ ആക്ഷൻ വഴി നമ്മളുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുക. അങ്ങനെയുള്ള ഒരു കാര്യവും ചെയ്യാൻ പറ്റും, പക്ഷെ അവർക്ക് നല്ല ചാലഞ്ചായിരിക്കും, കുറേ ബുദ്ധിമുട്ടുണ്ടായിരിക്കും അത് ചെയ്യാൻ. സോഷ്യൽ എൻഗേജ്മെൻറ്റ്, അധികം ആൾക്കാരോടുമായിട്ടൊന്നും എൻഗേജ്മെൻറ്റ് ഉണ്ടാവില്ല. പിന്നെ ഉള്ളത് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് ആയിക്കോട്ടെ, മലയാളം ലാംഗ്വേജ് ആയിക്കോട്ടെ, അവരുടെ സ്വന്തം ലാംഗ്വേജ് പോലും ഡെവലപ്പ് ചെയ്യാൻ അവർക്ക് കുറേ ടൈം എടുക്കും. നോർമലായിട്ടുള്ള ആൾക്കാരെക്കാളും കൂടുതൽ ടൈം എടുത്തിട്ട് മാത്രമേ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് നടക്കുള്ളൂ. രണ്ടാമത്തേതാണ് ബിഹേവിയറൽ പാറ്റേൺ, അവരുടെ പെരുമാറ്റത്തിലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്. ഒന്നാമത്തേത് റിപ്പീറ്റഡ് മൂവ്മെൻറ്റ് ഓർ ആക്ഷൻ. അവരിപ്പം ഇവരിങ്ങനെ റെസ്റ്റ്ലെസ് ആയിട്ട് അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് വരുന്നു, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുക, റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കും. പിന്നെ ഉള്ളത് ഇൻസിസ്റ്റൻസ് ഓൺ സെയിംനെസ് ആൻഡ് റൂട്ടീൻസ്, അതായത് എപ്പോഴും ഒരേപോലെ ആയിരിക്കണം റൂട്ടീൻസൊക്കെ വേണ്ടി വരിക. അപ്പം ഒരിക്കലും അവരുടെ ആ ഒരു റൂട്ടീൻസ് ഒരിക്കലും തെറ്റാൻ വേണ്ടി പറ്റില്ല, സെയിംനെസ് ആയിരിക്കണം. സെൻസറി സെൻസിറ്റിവിറ്റി, അവർക്ക് കൂടുതൽ ശബ്ദങ്ങളൊക്കെ കേട്ടാൽ ഭയങ്കര ആങ്സൈറ്റി പ്രശ്നങ്ങളൊക്കെ വരും. ശബ്ദം കേൾക്കാൻ പാടില്ല. ഇപ്പോൾ ഒരു പാത്രം എടുക്കുന്ന സൗണ്ട് വരെ കേട്ടാൽ ചിലപ്പം അവർക്ക് ഭയങ്കര ഇറിറ്റേഷനായിട്ട് തോന്നും. കൂടുതൽ ലൈറ്റ് കാണുമ്പോൾ ചിലർക്ക് പ്രശ്നം വരിക. അങ്ങനെ സെൻസറി റിലേറ്റഡ് ആയിട്ടുള്ള ചെവി, അങ്ങനെയുള്ള സെൻസ് ഓർഗൻസ് ഉണ്ടല്ലോ, അതുമായിട്ട് റിലേറ്റ് ചെയ്ത പ്രശ്നങ്ങൾ ഉണ്ടാകും. റിപ്പീറ്റഡ് വേർഡ്സ്, അതിനെ നമ്മൾ പറയുന്ന പേര് എക്ലോലിയ എന്നാണ്. എന്താണ് ഈ റിപ്പീറ്റഡ് വേർഡ്സ്? അവർ ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്ക് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇനിയുള്ളത് അൺയൂഷ്വൽ ഈറ്റിംഗ് ഓർ സ്ലീപ്പിംഗ് ഹാബിറ്റ്. അവർക്ക് എപ്പോഴെങ്കിലും തോന്നുമ്പോഴായിരിക്കും, അവർക്ക് ഒരു ഈറ്റിംഗ് ഹാബിറ്റ് ഇന്നേ ടൈം, രാവിലെ ഉച്ചയ്ക്ക് രാത്രി ആ ഒരു ടൈം ഉണ്ടാവില്ല. അവർക്ക് ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ തോന്നുമ്പോഴാണ് കഴിക്കുക. അതൊരു ഇറഗുലർ ആയിട്ടുള്ള ഒരു സ്ലീപ്പിംഗ് ഹാബിറ്റും ഇറഗുലർ ആയിരിക്കും, ഈറ്റിംഗ് ഹാബിറ്റും ഇറഗുലർ ആയിരിക്കും. പിന്നെ ഉള്ളത് ആങ്സൈറ്റി, സ്ട്രെസ്സ്, എക്സസീവ് വറി, പെട്ടെന്ന് ടെൻഷൻ അടിക്കുക, ആങ്സൈറ്റി ഉള്ള ആൾക്കാരായിരിക്കും നമ്മുടെ ഓട്ടിസം ബാധിച്ച ആൾക്കാർ. പിന്നെ അവർക്ക് വയറ് സംബന്ധമായിട്ടുള്ള ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ആയിട്ടുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാവും. ഇതൊക്കെയാണ് ബിഹേവിയറൽ പാറ്റേണിൽ വരുന്നത്. അപ്പോൾ സോഷ്യൽ രീതിയിലും അവർക്ക് ചലഞ്ചസ് ഉണ്ടാകും, ബിഹേവിയറൽ ആയിട്ടുള്ള ചലഞ്ചസ് ഉണ്ടാകും. ഇതാണ് മെയിനായിട്ട് അവരുടെ സിംറ്റംസ് എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് കാരണങ്ങൾ? ഈ ഓട്ടിസം വരാനുള്ള കാരണങ്ങൾ മെയിൻലി ജനറ്റിക്സ്. ഇതിൽ കോസസിൽ മെയിനായിട്ട് വരുന്നത് ജനറ്റിക്സ് റിലേറ്റഡ്, ജനിതകമായിട്ട് വരുന്ന ഒരു രോഗമാണ് ഈ ഒരു ഓട്ടിസം എന്ന് പറയുന്നത്. ജനറ്റിക്സിൽ നമ്മൾ വേറെ ഏതെങ്കിലും ചില ജനറ്റിക് ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ ജീൻസിൽ എന്തെങ്കിലും മ്യൂട്ടേഷൻസോ അങ്ങനെ ജനറ്റിക് ചേഞ്ചസ് അങ്ങ് വന്നാലാണ് അതിൻ്റെ കൂടെ അതിനെ അസോസിയേറ്റ് ചെയ്തിട്ട്, അതായത് മാത്രമായിട്ട് ഓട്ടിസം മാത്രമായിട്ട് വരുന്ന ഒരു ഡിസോർഡർ അല്ല, ആ ഒരു വ്യക്തിക്ക് വേറെ ഒരു ജനറ്റിക് ഡിസോർഡർ ഉണ്ടാകും. ഇപ്പോൾ റെറ്റ് സിൻഡ്രോം അല്ലെങ്കിൽ ഫ്രജൈൽ എക്സ് സിൻഡ്രോം എന്ന് പറയുന്ന ഒരു ജനറ്റിക് ഡിസോർഡർ ഉണ്ടെങ്കിൽ ആ ഒരു ഡിസോർഡറുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് വരുന്നതാണ് ഓട്ടിസം എന്ന് പറയുന്ന ഈ ഒരു ക്യാരക്ടർ ചേഞ്ച് എന്ന് പറയുന്നത്. പിന്നെയുള്ളത് മ്യൂട്ടേഷൻ.
ഏതെങ്കിലും ജീൻസിൽ എന്തെങ്കിലും പെട്ടെന്ന് മ്യൂട്ടേഷൻ വന്നാൽ ഓട്ടിസം വരാനുള്ള ചാൻസ് ഉണ്ട്. ഈ 2 റീസണാണ് മെയിൻലി ഓട്ടിസം വരാനുള്ള കാരണങ്ങൾ. പിന്നെ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ഉണ്ടോ എന്നുള്ളത് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന റിസർച്ചേഴ്സ് കറൻ്റ്ലി എക്സ്പ്ലോർ ചെയ്യുന്നൊരു ഏരിയ ആണ്. എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ഓട്ടിസത്തിന് എഫക്റ്റ് ചെയ്യുന്നുണ്ടോ, വൈറൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ മെഡിക്കേഷൻസ് മരുന്നുകളൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുമ്പം എയർ പൊല്യൂട്ടൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഓട്ടിസത്തിനെ കോസ് ചെയ്യുന്നുണ്ടോ എന്നിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് മെയിൻലി കോസസ് എന്ന് പറയുന്നത്. ഇനി എങ്ങനെ ട്രീറ്റ് ചെയ്യാം? അപ്പോൾ ആദ്യമേ പറയാം, ഇതിനൊരു ക്യൂറേഷൻ എന്ന് പറയുന്നത് ഇല്ല. ഓട്ടിസം വന്നാൽ അതിനെ കംപ്ലീറ്റ്ലി ക്യൂർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ അതിൻ്റെ ഒരു എഫക്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഒന്ന് തെറാപ്പീസ് എന്ന് പറയുന്നത്. തെറാപ്പീസ് എന്ന് പറയുമ്പോൾ അവർക്ക് ബിഹേവിയറായിട്ടുള്ള ചേഞ്ചസ് ആണല്ലോ ഉള്ളവ. അപ്പോൾ കൗൺസിലിംഗ് ഒക്കെ പ്രൊവൈഡ് ചെയ്താൽ അവരുടെ ആ ഒരു ചേഞ്ചസ് മാറ്റിക്കൊണ്ടുവരാൻ പറ്റും. അപ്ലൈഡ് ബിഹേവിയറൽ അനാലിസിസ് എന്ന് വെച്ചാൽ അവരുടെ ബിഹേവിയറൽ പാറ്റേൺ അനലൈസ് ചെയ്തിട്ട് അത് മാറ്റിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തെറാപ്പി കൊടുക്കുക. സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് തെറാപ്പി, അതായത് അവർക്ക് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് ഡിലേ ആയിട്ടാണ് സംഭവിക്കുക എന്നാണ് പറഞ്ഞത്. അപ്പോൾ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് കൂടുതൽ ഫെസിലിറ്റീസൊക്കെ പ്രൊവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ ടൈം കൊടുത്തിട്ട് അതിൻ്റെ തെറാപ്പി കൊടുക്കുക. ഒക്യുപ്പേഷണൽ തെറാപ്പി എന്ന് പറയുന്നത് അവരുടെ ഇൽനെസ് അല്ലെങ്കിൽ പെയിനൊക്കെ റിലീഫ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നൊരു തെറാപ്പി. സെൻസറി ഇൻറ്റഗ്രേഷൻ തെറാപ്പി, ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ, സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ പേടിയാകുക, അതൊക്കെ മാറ്റിയെടുക്കുക. സൗണ്ട് ഒരു പ്രശ്നമുള്ള കാര്യമല്ല, അല്ലെങ്കിൽ ലൈറ്റ് ഒരു പ്രശ്നമുള്ള കാര്യമല്ല എന്നൊക്കെ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. അതിന് വേണ്ടിയിട്ട് നമുക്ക് തെറാപ്പി ചെയ്യാം. സോഷ്യൽ സ്കിൽസ് ട്രെയിനിങ്, സൊസൈറ്റിയുമായിട്ട് ഇൻറ്ററാക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ടും അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ളതാണ് സോഷ്യൽ സ്കിൽ തെറാപ്പി. പിന്നെ ഉള്ളതാണ് ഫിസിക്കൽ തെറാപ്പി. അവർക്ക് മസിൽ അല്ലെങ്കിൽ ബോഡി പെയിനൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്ത്, ഫിസിയോതെറാപ്പി തന്നെയാണ് ഈ ഒരു ഫിസിക്കൽ തെറാപ്പി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയുള്ള തെറാപ്പി വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ആ ഒരു ബിഹേവിയറൽ ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. പിന്നെയുള്ളത്, അപ്പോൾ ഞാൻ പറഞ്ഞു മെഡിക്കേഷൻസിന് ഒരു ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറിനെ ഒരു മെഡിക്കേഷൻ വെച്ച് ക്യൂർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. പിന്നെ ഏർലി ഇൻ്റർവെൻഷൻ, അതായത് ഞാൻ ഈ ഒരു ഡൗൺ സിൻഡ്രോം ഒക്കെ പറയുന്നത് പോലെ തന്നെ അവയൊക്കെ നമ്മളുടെ അമ്മയുടെ വയറ്റിൽ തന്നെ ഉണ്ടാകുമ്പോൾ ആ ഒരു കുട്ടിക്ക് ഓട്ടിസം ഉണ്ട് അങ്ങനെയുള്ള അല്ലെങ്കിൽ ജനിച്ച് കുറേ കഴിഞ്ഞ ശേഷം ആ ഒരു ഓട്ടിസം ഡിസോർഡർ ഉണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് കുറച്ച് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. പിന്നെയുള്ളത്, നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക അല്ലെങ്കിൽ മെഡിക്കേഷൻസ് ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇൻഡിവിജ്വലൈസ്ഡ് ഓട്ടിസം ഉള്ള ഒരു ആൾക്കാരെ നമ്മൾ ഡീപ്പായിട്ട് അവരെ കെയർ ചെയ്യണം. അവരെ മാത്രമായിട്ട് നമുക്ക് കുറേ സർവീസസും ഹെൽപ്പിങ്ങും പ്രൊവൈഡ് ചെയ്യാം. പിന്നെയുള്ളത് ഫാമിലി ഇൻവോൾവ്മെൻറ്റ്. ഓട്ടിസം വന്ന കുട്ടികളുടെ ഫാമിലി നല്ല രീതിയിൽ കെയർ ചെയ്യണം. അവർക്ക് കുറേ ആൾക്കാരുണ്ട്, ചുറ്റും ആൾക്കാരുണ്ട്, അവരെല്ലാം സ്നേഹിക്കുന്ന ആൾക്കാരാണെന്നുള്ളൊരു തോന്നൽ അവർക്ക് ഉണ്ടായിരിക്കണം. പിന്നെ ഓൺ ഗോയിങ് സപ്പോർട്ട് കൊടുത്ത് അവിടെ നിർത്താൻ പാടില്ല. എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് അവർക്ക് സപ്പോർട്ട് കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഓട്ടിസം വന്നാൽ അതിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് കുറയ്ക്കാനുള്ള മാർഗ്ഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ. താങ്ക് യു.